ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീമിൻ്റെ അടപ്പ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ അടപ്പാണ്. അടപ്പ് ഐസ്ക്രീമിൻ്റെ തന്നെ വേണമെന്നില്ല, ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഏത് ബോട്ടിലിൻ്റെ അടപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. തൈര് ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്താലും മതിയാവും. ഇനി ഇതിൻ്റെ മിഡിൽ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നല്ല വലിപ്പമുള്ളതാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ അടപ്പെടുക്കുക, ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ അടപ്പെടുക്കുക. ഞാനിപ്പോൾ ഒരു 500 ml ഐസ്ക്രീമിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കൈ ചെയ്യാതെ. കുറച്ച് കട്ടിയുള്ള അടപ്പൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വേണ്ട, അത് കളയാം. പിന്നെ വേണ്ടത് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇടയ്ക്കൊക്കെ ഒരുമാതിരി വളഞ്ഞൊക്കെ ഇരിക്കുന്നില്ലേ, അതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. പിന്നെ ഇതുപോലെ ത്രെഡ് വേണം. അപ്പം ഇതൊരു 5 രൂപ കൊടുത്താൽ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ത്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ത്രെഡ് ഇതിലോട്ട് ചുറ്റിയെടുക്കുകയാണ്. അപ്പം ചുറ്റിയെടുക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ചുറ്റാൻ അറിയാം. പക്ഷേ ഇത് ടൈറ്റായിട്ട് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചുറ്റാൻ പോകുന്നത്. അപ്പം നമ്മൾ ചുറ്റുന്ന സമയത്ത് ഇത് നീങ്ങി പോകില്ല. അപ്പോൾ ഇവിടെ ഒരു കെട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ഭാഗം കിടക്കണ്ട. എന്നിട്ട് ജസ്റ്റ് അതോടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്ലൂ ഗണ്ണിന് കുറച്ച് ഗ്ലൂ ഇങ്ങനെ ഒന്ന് തേക്കുന്നുണ്ട്. തേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഉണങ്ങുമല്ലോ, ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചുറ്റാൻ തുടങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇനി നമ്മൾ സാധാരണയൊക്കെ ചുറ്റിയെടുക്കില്ലേ, അതുപോലെ ഇത് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ കുരുങ്ങാതെ കുറച്ച് എക്സ്ട്രാ നൂലിട്ടതിന് ശേഷം വേണം നിങ്ങൾ ചുറ്റിയെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് ജോയിൻറ്റ്സ് വന്നാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. പിന്നെ ചുറ്റുന്ന സമയത്ത് ഒന്നിൻ്റെ പുറത്തേക്ക് ഒന്ന് കയറ്റി ചുറ്റാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരാതെ ഇതുപോലെ വിരലുകൾ വെച്ച് അടുപ്പിച്ചിട്ട് വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ അടിയിലുള്ള ആ പ്ലാസ്റ്റിക്കൊക്കെ കാണും, അപ്പോഴും ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതിപ്പം ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ടൈറ്റാക്കി തന്നെ ഞാൻ ഫുള്ളൊന്ന് ചുറ്റിയെടുക്കുവാണ്. ഇത് കുറച്ച് ഭാഗം ചുറ്റിയെടുത്തതാണ്. ഇങ്ങനെ തന്നെ ഫുള്ള് ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ മൾട്ടി കളർ ഇതുപോലത്തെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ സിംഗിൾ കളറിലാണ് ഇത് ഫുള്ള് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നല്ല ഒരു റൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ഒരു കെട്ടാണ്. ലാസ്റ്റ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനകത്തൂടെ ഇങ്ങനെ വലിച്ച് എടുത്താൽ മതി. കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം പൊട്ടിച്ച് കളയാൻ പാടില്ല കേട്ടോ. ഈ ഭാഗം നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നീളത്തിന് നിന്നിട്ട് ഇട്ടേക്കുക. ഒരുപാട് നീളം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ഇത്ര നീളത്തിന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വേറൊരു കളർ, ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ 2 കളറേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങിയ ഭാഗമില്ലേ, അവിടെ കാണാത്ത രീതിയിൽ അടിഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് കെട്ടിട്ട് കൊടുക്കുക. കെട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ, എങ്കിലേ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ചെയ്ത് തീരുമ്പോൾ ഇതൊരു സൈഡിൽ നിന്നങ്ങ് ഊരി പോകാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അപ്പോൾ അതിനും എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ നന്നായി ടൈറ്റായിട്ട് വലിച്ച് കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ എടുത്തിട്ട് ഇതുപോലെ അകത്ത് നിന്ന് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് എടുത്ത് വലിക്കുക. നമ്മളെപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റാക്കി വലിച്ച് വേണം ചെയ്യാൻ, എങ്കിലേ നല്ല കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ എവിടെ ലൂസായിട്ടിരിക്കും. അതുപോലെ വീണ്ടും സെയിം ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം ഇങ്ങനെ എടുത്ത് അകത്തോട് വലിച്ച് എടുക്കുക. ഇവിടെ നമ്മളിങ്ങനെ കെട്ടുന്നില്ല, ജസ്റ്റ് വലിച്ച് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ 5 എണ്ണമാണ് ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അത്ര സ്പേസാണ് ഇതിനകത്തുള്ളത്. സ്പേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ പെൻറ്റഗൺ വേണോ എക്സഗൺ വേണോ എന്ത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ സ്ഥലം കിട്ടുന്ന അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ എനിക്കിത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ടാമത്തെ ലെയർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സെയിം ത്രെഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ കളർ ചെയ്യാം, അല്ലെങ്കിൽ സെയിം ത്രെഡ് തന്നെ വേറൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും കൂടി ചെയ്യുവാണ്. ഇതേപോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ കെട്ടിട്ട് കൊടുത്ത് തുടങ്ങുന്നത് വേറെ കുറച്ചുകൂടി ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇടയ്ക്കൊരു സ്ഥലം കിടക്കുന്നില്ലേ, അവിടെ നിന്നാണ് വീണ്ടും ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ കറക്റ്റ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക.
അപ്പം അതും സെയിം ഡിസ്റ്റൻസ് വെച്ചിട്ട് കറക്റ്റ് നേരത്തെ ചെയ്തതിൻ്റെ മിഡിലാവുന്ന രീതിയിൽ തന്നെ ചെയ്ത് വരുവാണ്. അപ്പോഴേ നമ്മൾ 5 ഇട്ടുള്ള ഒരു ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് എത്ര വേണമെന്നുള്ളത് അതനുസരിച്ചിട്ട് കെട്ടിയെടുക്കുക. ഇതേ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിക്കാത്തത്. അപ്പോൾ അതുപോലെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും ഇതിനകത്ത് തന്നെ സെയിം ഒരുപാട് ലെയേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഉള്ളിലേക്കും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത്രയും ചെയ്യുന്നില്ല, കുറച്ച് ആ ഭാഗം മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സ്ട്രാ ഉള്ള ഭാഗം നന്നായിട്ട് കെട്ടിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയുവാണ്. അപ്പം കെട്ടുന്ന ഭാഗമൊക്കെ ബാക്കിലേക്ക് വരണം. ഒരു ഭാഗം നമ്മൾ ആദ്യം ഫ്രണ്ടായിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കെട്ടുന്നുണ്ടെങ്കിൽ ആ ഭാഗം ബാക്കാണെന്ന് കരുതി എല്ലാ സൈഡും അവിടെ തന്നെ കെട്ടിക്കൊടുക്കുക. ഇപ്പം ദാ ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് നൂല് കെട്ടണം. അപ്പോൾ ഞാൻ താഴോട്ട് ഒരു 3 നൂലാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. സെയിം ഈ ഒരു ഗ്രീൻ കളർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മധ്യത്തെ നൂലാണ് ആദ്യം കെട്ടുന്നത്. മധ്യത്തെ നൂല് കുറച്ച് നീളത്തിലും അപ്പുറവും ഇപ്പുറവും ഉള്ള നൂല് കുറച്ച് നീളം കുറച്ചും അങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3 എണ്ണത്തിൻ്റെ പകരം 4 5 ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ആ മിഡിൽ ഭാഗത്തെ നൂല് ഓക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് നീളത്തിന് കിടപ്പുണ്ട്. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയാം. എന്തായാലും കുറച്ച് നീളം ഇടുക. പിന്നെ ഉള്ളത് 2 സൈഡിലായിട്ട് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ നൂല് കെട്ടിയ വരയുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ച് ചെയ്യുമ്പോൾ സെയിം ഡിസ്റ്റൻസിൽ വരും. ഇതുപോലെയാണ് 3 നൂല് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഡ്രീം ക്യാച്ചർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസിയുള്ള മെത്തേഡാണിത്. ഇനി നമുക്ക് കുറേ പേൾസ് വേണം. ഇതൊക്കെ എൻ്റെ പഴയ മാലകളിൽ നിന്നും കമ്മലുകളിൽ നിന്നൊക്കെ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഒന്ന് നൂല് മുത്ത് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കെട്ടിട്ട് കൊടുത്തതാണ്. ഇനി താഴെ വേണം. അപ്പോൾ താഴത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഹാങ് ചെയ്തിടുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ നമുക്ക് തൂവലുകൾ വേണം, കളർ തൂവൽ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ടെസൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ തൂവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ കളർ തൂവലാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടി കളർ ചെയ്യാം. അപ്പം ഈ തൂവൽ നമ്മൾ ഇനി ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് കുറച്ച് കൂടുതൽ തൂവൽ മിഡിൽ ഭാഗത്തും സൈഡുകളിൽ കുറച്ചായിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് പേളിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഫുള്ള് ഒരു 3 എണ്ണത്തിലും നിറച്ച് കൊടുക്കുക. ഒരെണ്ണത്തിൽ തന്നെ ഒരു 3 4 5 തൂവൽ വെച്ചാൽ ഭംഗി ഉണ്ടാവും. ഒറ്റ തൂവലോ 2 തൂവലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നല്ല തിക്കായിട്ട് തൂവലുകൾ ഇരുന്നാൽ മാത്രമേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ തൂവലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. മനസ്സിലായി കാണുമല്ലോ, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എണ്ണത്തിലുള്ള തൂവലായിട്ടുണ്ട്. അതുപോലെ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ ആദ്യമേ നൂലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഭാഗം വെച്ചിട്ട് ഹാങ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.